ഹലോ കൂട്ടുകാരെ, ഇന്നൊരു മുളനാമ്പ് തോരൻ കണ്ടാലോ? ഞങ്ങളുടെ നാട്ടിൽ സാധാരണയായി കിട്ടുന്ന ഒന്നാണ് മുളനാമ്പ്. വർഷത്തിലൊരിക്കലെങ്കിലും ഉറപ്പായും കഴിച്ചിരിക്കേണ്ട ഒന്ന്. ഗുണം പോലെ തന്നെ ദോഷമുള്ള അല്ലെങ്കിൽ വിഷാംശമുള്ള ഒന്നാണ് മുളനാമ്പ്. ഒരു കുതിരയെ കൊല്ലാനുള്ള വിഷം മുളനാമ്പിനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കഴിക്കാൻ ഒരു പ്രത്യേക രുചിയുള്ള ഇവ ക്ലീനിങ് പ്രോസസ്സാണ് ദീർഘിപ്പിക്കുന്നത്. ആദ്യം തന്നെ മുളയുടെ മേൽഭാഗത്തെ കട്ടിയുള്ള തൊലി ഇളക്കിക്കളയേണ്ടതാണ്. സ്മൂത്തായ ഭാഗം ചെറുതായി നുറുക്കി വെള്ളമൊഴിച്ച് വെക്കേണ്ടതാണ്. ഇതുപോലെ രാവും പകലും 3 ദിവസം വെള്ളം മാറ്റിക്കൊടുത്ത് ക്ലീൻ ചെയ്ത് പുതിയ വെള്ളമൊഴിച്ച് വെക്കേണ്ടതാണ്. ഊറ്റുകളയുന്നവരാണ് ഇങ്ങനെ ചെയ്യുന്നത്. തലേന്നെ കുതിർത്ത് വെച്ച വൻപയറും കടലയും കഴുകി 3 ദിവസം മുമ്പേ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മുളനാമ്പിൻ്റെ ഞുറുക്കുകളും ചേർത്ത് ഉപ്പും ചേർത്ത് ഒരു ശകലം വെള്ളം ഒഴിച്ച് 3 വിസിലടിച്ച് ഇറക്കി വെക്കാവുന്നതാണ്. ശേഷം തോരനുള്ള കൂട്ടാണ് തയ്യാറാക്കുന്നത്. തേങ്ങ, മഞ്ഞൾ, ശകലം മുളകുപൊടി, ജീരകം എന്നിവ ക്രഷ് ചെയ്യാനേ പാടുള്ളൂ. വെളുത്തുള്ളി, കരിവേപ്പില എന്നിവ പിന്നീട് മാത്രം ചേർക്കുക, ഇല്ലെങ്കിൽ അരഞ്ഞു പോകും. ഒരു പാത്രത്തിലേക്ക് കോക്കനട്ട് ഓയിൽ, കടുക്, ചെറുതായി നുറുക്കിയ സവോള എന്നിവ ചേർത്ത് ലോ ഫ്ലെയിമിൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് 2 ഉണക്കമുളകും 2 കതിപ്പ് കരിവേപ്പിലയും ഇടാവുന്നതാണ്. ശേഷം വേവിച്ചു വെച്ച മുളനാമ്പും പയറും കടലയും ചേർത്ത് കൊടുത്ത് നേരത്തെ തയ്യാറാക്കി വെച്ച തോരനിലേക്കുള്ള കൂട്ടും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കേണ്ടതാണ്. ലോ ഫ്ലെയിമിൽ വെക്കാവുന്നതാണ്. നല്ലതുപോലെ ഇളക്കി എല്ലായിടത്തും ആ മസാല ചേരും പോലെ ഇളക്കി അടച്ച് തട്ടിപ്പൊത്തി വെക്കാവുന്നതാണ്. ഒരു 10 മിനിറ്റ് ആവിയിലിരുന്ന് തന്നെ വേവണം. ആ പച്ചമണം മാറുന്നതിന് വേണ്ടിയിട്ടാണ്. ഉറപ്പായും ഉണ്ടാക്കി നോക്കേണ്ട നല്ല അടിപൊളി തോരൻ മസ്റ്റ് ട്രൈ ആണ്. ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.